ഹായ് കൂട്ടുകാരെ, ഇത് സച്ചുകുട്ടൻ നല്ല ഉറക്കമാണ്. സച്ചുവിനും എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ എഴുന്നേൽപ്പിക്കാം. സച്ചുകുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. നല്ല ഉറക്കത്തിലാണൊരു പാവം കുഞ്ഞ്. ഇനി നമുക്ക് സച്ചുവിനൊന്ന് ഫ്രഷ് ആക്കി എടുക്കണമെന്ന്. അപ്പോൾ ഇതേ കുളിപ്പിക്കാൻ പോയാണ്. ഇതേ കുളി കഴിഞ്ഞ് നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം. എൻ്റെയും കുളി കഴിഞ്ഞു. ഡ്രസ്സൊക്കെ അലക്കി ഇനി അത് ഉണക്കാൻ ഒന്ന് ഇടണം. ഇപ്പോൾ ചെറിയൊരു വെയിലുണ്ട്. അത് കാരണം ഇന്നലത്തെ തുണിയും ഇന്നത്തെ തുണിയും എല്ലാം കൂടി എടുത്ത് അഴയിലേക്ക് ഇട്ടേക്കാണ് കേട്ടോ. കുഞ്ഞിൻ്റെ തന്നെ കുറേ തുണികളുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതേ ഞാറ്റുവേല ചെയ്ത കാരണം മഴയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ വെയിൽ വരും, അങ്ങനെയാണ്. അപ്പോൾ ഉള്ള ടൈമിലൊക്കെ ഞാനും അമ്മയും കൂടി എല്ലാ തുണിയും കൂടി അങ്ങോട്ട് ഉണക്കിയെടുക്കും. പിന്നെ സോളാർ ഉള്ളതുകൊണ്ട് പിന്നെ മഴ വന്നാലും തുണിയൊക്കെ ആയിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇടും കേട്ടോ. അപ്പോൾ അതേ കിട്ടിയ സമയം കൊണ്ട് ഞാൻ തുണിയൊക്കെ അടിയിലേക്ക് എടുത്ത് ഇടണേണ്. ഉണങ്ങിയ തുണിയൊക്കെ ഇപ്പോൾ തന്നെ എടുക്കുകയും ചെയ്യും. അങ്ങനത്തെ സച്ചുന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയാലോ? സമയമായിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ് ഞങ്ങൾ പോകുന്നത്. സച്ചുവിന് 2.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. 10:30 വരാനാണ് ചേച്ചി പറഞ്ഞത്. ടൈം ആയിട്ടുണ്ട്. കുറച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങണത് വേറൊന്നും അല്ല, നമ്മുടെ അരൂരൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കുമല്ലോ, അതാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് മോശം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ റെയിൽവേയുടെ വർക്ക് നടക്കണതുകൊണ്ടും അതുപോലെ തന്നെ മഴയും അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. പക്ഷേ പറഞ്ഞത് ഏട്ടൻ ഇങ്ങോട്ട് അരൂരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ നല്ല ബ്ലോക്കാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഞങ്ങൾ നമ്മുടെ ഈ സൈഡ് ചേർത്തല സൈഡിലോട്ട് പോകുന്ന റോഡിലാണ്, വലിയ തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്തി. പിന്നെ നമ്മുടെ ഇവിടുത്തെ എലിവേറ്റഡ് ഹൈവേ വർക്ക് നടക്കുന്ന സ്ഥലത്താണ് ഇച്ചിരി ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ടാകുക. വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് നമ്മുടെ അരൂർ പള്ളി കേട്ടോ. സെൻറ്റ് അഗസ്റ്റിൻ ചർച്ചാണിത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചുകുട്ടൻ നല്ല ഉറക്കമാണ്. എൻ്റെ കയ്യിൽ കിടന്ന് മിക്കവാറും അവിടെ എത്തുമ്പോഴേക്കും എഴുന്നേക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നല്ല കരച്ചിലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതെ അച്ഛനും മോനും കൂടി നല്ല വർത്തമാനം പറയുകയാണ്. എന്തോ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്യുന്നില്ല ഒന്നും. നമ്മുടെ അരൂർ ആശുപത്രി എത്തിയിട്ടുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ അരൂർ. ഏകദേശം എത്താറായിട്ടുണ്ട്. അതെ കറക്റ്റാണ് കേട്ടോ. ഏട്ടൻ പറഞ്ഞു നല്ല ബ്ലോക്കാണ് ആ സൈഡിൽ. ഒരു സൈഡിൽ ഒതുക്കിയിട്ട് അതും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളങ്ങോട്ട് പോയി. ഇതാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. സച്ചുകുട്ടൻ പാവം ഒന്നും അറിയണില്ലല്ലോ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയെന്ന്. അങ്ങനെ എത്തി. നേരത്തെ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇഞ്ചക്ഷനും ഡോക്ടേഴ്സിനൊക്കെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് മാറ്റി ബാക്ക് സൈഡിലുള്ള ബ്ലോക്കിലോട്ടാണ് ഇപ്പോൾ എല്ലാം ആക്കിയേക്കുന്നത്. അച്ഛനൊരു പേടി, സച്ചുകുട്ടനെ എങ്ങനെ കരഞ്ഞാലോന്ന് ഓർത്തിട്ട്. പക്ഷേ ഇഞ്ചക്ഷൻ ചെയ്യാൻ നേരത്ത് അമ്മമാരുടെ കയ്യിലായിരിക്കുമല്ലോ, സിസ്റ്റർമാർ പറയും അമ്മമാർ തന്നെ പിടിക്കണമെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ടോക്കൺ എടുത്തായിരുന്നു. അതിൻ്റെ രാവിലെ തന്നെ എടുത്തിട്ടാണ് വന്നത് ടോക്കൺ. ഇപ്പം തന്നെ സിസ്റ്റർ കുഞ്ഞിൻ്റെ പേര് വിളിക്കട്ടോ. അങ്ങനെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഞാൻ കുഞ്ഞിനെ കൊടുത്തായിരുന്നു. നല്ല കരച്ചിലായിരുന്നു. ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.